വചനസാരം വചനസാരം. വചനസാരത്തിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 2-ാം തീയതി, ആണ്ടുവട്ടത്തിലെ 22-ാം തിങ്കളാഴ്ച. ദിവ്യബലിയിൽ നാം വായിച്ചു കേൾക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. യേശു ജ്ഞാനസ്നാനത്തിനും മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്കും ശേഷം താൻ വളർന്ന നസ്രത്തിലേക്ക് തിരിച്ചു വരികയും പതിവ് പോലെ ഒരു സാബത്ത് ദിവസം സിനഗോഗിൽ പ്രവേശിച്ച് അവന് നൽകപ്പെട്ട യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി, വായനയിൽ തന്നെ യേശു ബോധപൂർവം ഒരു തെറ്റ് വരുത്തുന്നുണ്ട്. പ്രവാചകന്റെ പുസ്തകത്തിലെ 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് യേശു വായിച്ചതെങ്കിലും 2-ാം വാക്യത്തിലെ വാചകങ്ങൾ പൂർത്തിയാക്കാതെ പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനം പ്രഘോഷിക്കുക എന്ന ഭാഗമാണ് വിട്ടുകളയുന്നത്. അതിലൂടെ ദൈവം പ്രതികാരത്തിന്റെ ദൈവമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. യഹൂദർ മിശിഹായുടെ ദിവസം തങ്ങളെ അടിച്ചമർത്തുന്നവരോടുള്ള പ്രതികാരത്തിന്റെ ദിനമായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രണ്ടാമതായി, അവർ കോപാകുലരാകുവാനുള്ള കാരണം യേശു ആ തിരുവചനത്തിന് നൽകിയ വിശദീകരണമാണ്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യേശു സ്വയം മിശിഹായായി പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ് അവർ പ്രകോപിതരാകുന്നത്. മൂന്നാമതായി, ഏലിയ പ്രവാചകന്റെ കാലത്തെ സീദോനിലെ സറെപ്തായിലെ വിധവയെയും ഏലീശ പ്രവാചകന്റെ കാലത്തെ സിറിയാക്കാരനായ നാമാനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവം ഇസ്രായേലിന്റെ മാത്രമല്ല എല്ലാവരുടെയും ദൈവമാണ് എന്ന് യേശു പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ ദൗത്യം നമ്മുടെ ദൗത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. യേശുവിനെ പോലെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുമോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.